എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ ജനുവരി 11 ആരംഭിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേളയുടെ ഗ്യാലറിയുടെ കാൽനാട്ടൽ ചടങ്ങ് നടത്തി. ഒരു മാസക്കാലമാണ് ടൂർണമെന്റ് നടക്കുക. കുമരൻ TMT കേരള സ്റ്റീൽ എടപ്പാൾ ESA ജനകീയ ഫുട്ബോൾ മേളയുടെ കാൽനാട്ടൽ ചടങ്ങ് പ്രൗഢഗംഭീരമായി നടന്നു. എടപ്പാൾ ഹൈസ്കൂൾ മൈതാനിയിൽ ഫോറം സെന്റർ എടപ്പാൾ, മോക്ക മെൻസ് വെയർ, എടപ്പാൾ ഹോസ്പിറ്റൽ, സാഫ്ജി ലൂട്ട് മെൻസ് വെയർ തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 11 മുതൽ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായുള്ള ഗാലറി നിർമ്മാണ കാൽനാട്ടൽ ചടങ്ങ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. രാമകൃഷ്ണൻ നിർവഹിച്ചു. കുറച്ച് കാലങ്ങളായി എടപ്പാൾ കേന്ദ്രീകരിച്ച് ESAയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഫുട്ബോൾ മേള കഴിഞ്ഞ വർഷമാണ് നമുക്ക് നടത്താതിരിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടുള്ള പുരുഷേട്ടൻ്റെ മരണമായിരുന്നു. നമ്മുടെ എടപ്പാളിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഒരു ഫുട്ബോൾ ഉത്സവമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് നടന്നു വരാറുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഫുട്ബോൾ മേള നമ്മൾ വിജയിപ്പിക്കാറുള്ളത്. തുടർന്നും നമുക്ക് അതേ രീതിയിൽ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഉത്സവമായി തന്നെ അത് കൊണ്ടുപോകേണ്ടതുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഫുട്ബോൾ മേള തുടങ്ങുന്നത് എടപ്പാൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് തോന്നുന്നത്. തിരിച്ച് വീണ്ടും എടപ്പാൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിഗംഭീരമാക്കിയത് മാറ്റണം. എല്ലാ ആളുകളെയും നമുക്ക് അതിൽ പങ്കാളികളാക്കണം. അങ്ങനെ ഉത്സവമാക്കി മാറ്റുകയും. ഐശ്വര്യ സുമേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നൌഫൽ തണ്ടിലം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ MA നജീബ്, CV സുബൈദ, KG ബാബു, സഫ ഷാജി, അസ്ലം തിരുത്തി, P. ബിജോയ്, EV അനീഷ്, KV അക്ബർ എടപ്പാൾ, EP രാജീവ്, റഫീഖ് നെഹൽ, നവാസ് ഐലക്കാട്, ഹാരിസ് തൊഴുത്തിങ്ങൽ, ഹമീദ് നടുവട്ടം എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.